ഗൈസ്, സൈക്കോ സുഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തലസ്ഥാനത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് നമ്മുടെ KSRTC തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. നമ്മുടെ ആനവണ്ടിയിൽ പോകാനാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആനവണ്ടി, നമ്മുടെ കന്യാകുമാരിയിലോട്ട് പോകാനുള്ള ആനവണ്ടി നമ്മൾ തിരക്കി നടക്കുകയാണ് നമ്മുടെ KSRTC. അപ്പോൾ KSRTC തിരക്കി നമുക്ക് ഒരെണ്ണം കിട്ടി കേട്ടോ. നമുക്ക് എങ്ങോട്ടാണ് കിട്ടിയിരിക്കുന്നത്? അതെ, നാഗർകോവിലോട്ടുള്ള നമ്മുടെ യാത്രാ മധ്യേ നമുക്ക് കിട്ടിയ ഒരു KSRTC ബസ്സാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിക്ക് എപ്പോഴും ബസ് ഇല്ല കേട്ടോ, ഇടയ്ക്കേ ഉള്ളൂ. പക്ഷെ നാഗർകോവിലോട്ട് എപ്പോഴും ബസ്സുണ്ട് കേട്ടോ. അപ്പൊ കന്യാകുമാരി പോകുന്നത് ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്ത് വന്ന് നമുക്ക് തമ്പാനൂരിൽ നിന്ന് നാഗർകോവിൽ ബസ്സിൽ കയറി പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് യാത്ര ചെയ്യുന്ന നമ്മൾ 4 പേര്, ഞാനും വാവച്ചിയും പിന്നെ അനിയനും അനിയത്തിയും മോളുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 4 പേരും ഒരു മോൾക്ക് ഒരു ഹാഫും കൂടെ ചേർത്ത് 346 രൂപയാണ് നമുക്ക് നാഗർകോവിൽ വരെയുള്ള ടിക്കറ്റ് നമ്മുടെ KSRTCയിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാഴ്ചകൾ കാണാം. നമ്മൾ പിന്നെ അങ്ങോട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കന്യാകുമാരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ട്രെയിനിന് പോകാനാണ് കേട്ടോ. നമ്മൾ 1:30ക്കുള്ള ഒരു ട്രെയിനിന് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ട്രെയിൻ നമുക്ക് ലേറ്റായി, നമുക്ക് മിസ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങളുടെ തമ്പാൻ്റെ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് ഓടി കയറുകയും അവിടെ നിന്നും നമുക്ക് നാഗർകോവിൽ ഈ ബസ് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ KSRTCയിലുള്ള നമ്മുടെ ഒരു കന്യാകുമാരി യാത്ര ഒരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കാമെന്ന്. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരെ തമ്പാനൂരിൽ നിന്നും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓവർബ്രിഡ്ജ് വഴി, നമ്മുടെ റെയിൽവേ ഓവർബ്രിഡ്ജ് വഴി വേണം നമുക്ക് ഇനി നമ്മുടെ നാഗർകോവിലോട്ടുള്ള പാതയിലേക്ക് കയറാൻ. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നും പോകുന്ന വഴിയിലുള്ള കുറേ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിറ്റിയുടെ മാറ്റമെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമെന്ന് വേണം പറയാൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ട് ഇടത് സൈഡിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് കേന്ദ്രങ്ങളാണ്. ഇതുപോലെ തന്നെ ഒരുപാട് പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ സിറ്റിക്കകത്ത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെയും തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്തായിട്ട് ഒരുപാട് പാർക്കിംഗ് കേന്ദ്രങ്ങൾ വന്നിട്ടുണ്ട്. ഈ അത്രയും ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും ഡെവലപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നോക്കിയേ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കരമന ആ ഭാഗമാണ് കേട്ടോ. കരമന ആ ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡുകളെല്ലാം വളരെ നല്ല ഡെവലപ്പാണ്. എന്നാലും ബ്ലോക്കിനൊരു കുറവുമില്ല. നമ്മൾ ഇത്രയും ഒരു 4 വരി പാതയാണ് ഇവിടെ, എന്നാലും ഇവിടുത്തെ ബ്ലോക്കിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം ആ ബ്ലോക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. യാത്ര പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറേ കുറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിൽ ഡ്രൈവർ ഇടയ്ക്കിടയ്ക്ക് കുത്തി ചവിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും നമ്മളിപ്പോൾ ഏകദേശം നാഗർകോവിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം നിങ്ങൾക്ക് നമ്മുടെ തമിഴ്നാട്ടിലെ കാഴ്ചകളല്ലേ, നമുക്ക് വളരെ മനോഹരമായ കുറച്ച് കാഴ്ചകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലോങ് ആയി പോകുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഞങ്ങൾ. ഒരു മല നമ്മുടെ തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോൾ കണ്ട മലയാണ് കേട്ടോ. എന്ത് പച്ചപ്പ്, നല്ല തെങ്ങ്, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അതുകൂടാതെ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഹൈവേയിൽ മേൽപ്പാലത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. നമ്മൾ പഴയ റോഡ് വഴി, പഴയ ഹൈവേ വഴി തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ നമ്മളിപ്പോൾ ചെന്ന് കയറാൻ പോകുന്നതാണ് ഗൈസ് നാഗർകോവിൽ. അങ്ങനെ ഞങ്ങൾ നാഗർകോവിലെത്തി. നാഗർകോവിലെ വണ്ടി അകത്തോട്ട് 2.5 മണിക്കൂറോളം എടുത്തു അല്ലേ? 2.5-3 മണിക്കൂർ അടുപ്പിച്ചെടുത്തു. നമ്മുടെ നാഗർകോവിലെ നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും നാഗർകോവിലെത്തുന്നതിന് 3 മണിക്കൂറോളം എടുത്തു. 2.25. അതെ. അപ്പം നേരെ ഇവിടെ വാഹനം നിർത്തുന്നത് അടുത്ത സൈഡിലാണ് കേട്ടോ. തൊട്ടടുത്ത സൈഡിലാണ് നിർത്തുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതിലെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കയറി. ഇവിടെ വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബ് തന്നെ നമ്മൾ കാണുകയും ചെയ്തു കേട്ടോ. ഓടി വന്നു. പക്ഷേ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ലൈവിലായിരുന്നു, അപ്പോൾ ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. എന്താണെങ്കിലും എനിക്ക് വളരെ സന്തോഷമായി. നമുക്ക് ഇവിടെയും അതെ ഫാനുണ്ട്. അനിയനെ അത് പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് തന്നെ ഒരു ചായയും കടിയൊക്കെ കഴിച്ചു. മീനൂട്ടി പിന്നെ ഭയങ്കര ലെവലായിട്ടിരിക്കുക. മീനൂട്ടിയും വാവച്ചിയുടെ ഡാൻസ് കളിയും ബഹളവും ഒക്കെ തന്നെയായിരുന്നു. അനിയനും അനിയത്തിയും വളരെ സന്തോഷമായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഒരു ഓണയാത്ര എന്നുള്ള രീതിയിലാണ്, ഒരു ഓണം മൂഡിൻ്റെ ഇതിലാണ് നമ്മളിപ്പോൾ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതിനുശേഷം ഇവിടുത്തെ ATMൽ നമുക്ക് കയറണമായിരുന്നു. അങ്ങനെ അനിയൻ്റെ കൂടെ മോളും കയറി ഓടിപ്പോയി. പിന്നെ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിതാ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടുള്ള ഈ പോസ്റ്റ് കണ്ടോ, ഈ പോസ്റ്റിൻ്റെ മുൻവശത്ത് വേണം നിൽക്കാൻ സ്റ്റാഫ് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മളിവിടെ വന്ന് നിന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കന്യാകുമാരി തമിഴ് ബസ്, നമ്മുടെ സർക്കാരിൻ്റെ തമിഴ് സർക്കാരിൻ്റെ ബസ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതാണ് കന്യാകുമാരി ബസ്. അങ്ങനെ നമ്മൾ നേരെ വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ വന്ന ബസ് കേട്ടോ. ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് 4 ഫുള്ളും 1 ഹാഫും കൂടെ 135 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് നമുക്ക് വാങ്ങിയത് കേട്ടോ അവർ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇനി പോകേണ്ടതാണ് നമ്മുടെ കറക്റ്റ് പ്രോപ്പർ കന്യാകുമാരി. അപ്പോൾ നമുക്ക് ഇനി കന്യാകുമാരിയിലെ കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞാലോ. ഇന്ത്യയിലെ തന്നെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവും തീർത്ഥാടന കേന്ദ്രവുമാണ് കേട്ടോ നമ്മുടെ കന്യാകുമാരി. ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അതിലെ സവിശേഷമായ സൂര്യോദയ സൂര്യാസ്തമയ സ്ഥലങ്ങൾ, 41 മീറ്റർ ഉയരമുള്ള തിരുവള്ളുവർ പ്രതിമ, തീരത്ത് വിവേകാനന്ദ പാറ സ്മാരകം എന്നിവ ഉൾപ്പെടുന്നു. ഉപദ്വീപ് ഇന്ത്യയുടെ അഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക് ഭാഗങ്ങളിൽ ലക്കാഡിവ് കടലിൻ്റെ അതിർത്തിയാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് മെയിൻ എൻട്രിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അതായത് കന്യാകുമാരി ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രമല്ലാതെ അതിൻ്റെ മുൻപിലായിട്ട് നമ്മുടെ കന്യാകുമാരി അതിൻ്റെ ആ വ്യൂ പോയിൻറ്റിനകത്തോട്ട് കയറുന്നതിൻ്റെ ആ ഒരു ഗോപുരത്തിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഒരു ഒരു ആർച്ചിൻ്റെ അതെ, അതിൻ്റെ അത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വാഹനങ്ങളൊക്കെ ഒരു സൈഡ് വാരമാണ് അവർ വിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. കടലിലെ കണ്ടിട്ട് തിരിച്ചു വരുന്നവരും കാണാൻ പോകുന്നവരൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. നല്ല തിരക്ക് തന്നെയായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് നോക്കി നല്ല രീതിയിലുള്ള ഒരുപാട് കച്ചവടക്കാരല്ലേ. രണ്ട് ഇരുവശത്തും ഒത്തിരി കച്ചവടങ്ങളുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും പല സാധനങ്ങൾ, നമ്മുടെ ചിപ്പിയുണ്ട് അങ്ങനെയുള്ളത്, പിന്നെ ഡ്രസ്സ്, ഷർട്ട്, ഇതൊക്കെ നോക്കി ഷർട്ടുകൾ, പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ വള, പിന്നെ കളിപ്പാട്ടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ്. ഇതെല്ലാം അതെ മൈലാഞ്ചി നമ്മുടെ കയ്യിൽ ഇത് അച്ചടിക്കുന്നത് അതൊക്കെ ഇങ്ങനെ സൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആ മണമൊക്കെ നമ്മളിങ്ങനെ അടിക്കുകയാണ്. മീനൂട്ടി ഇത് എല്ലാം കണ്ട് ഇങ്ങനെ കൊച്ചിൻ്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ അങ്ങ് നടന്ന് പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ ബേക്കിൽ നിന്ന് പതുക്കെ ഇതെല്ലാം കണ്ട് നമ്മളും പോകുന്നുണ്ട് കേട്ടോ, കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇതായത് നോക്കി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സുകളാണ്. നമ്മൾ നല്ല ഒരു ഭയങ്കര ഓവർ റേറ്റ് ഒന്നും അല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സുകളും, പിന്നെ നമ്മുടെ വാഹനങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരുപാട് ഡിസൈൻ. അപ്പോൾ നമ്മൾ ഒരു വല സൈഡിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ കണ്ടു. പിന്നെ നോക്കിയപ്പോൾ ഇതൊക്കെ 80 രൂപ റേറ്റിലൊക്കെ നമ്മുടെ പലാസയൊക്കെ കിട്ടും. അതെ, അത് നമുക്ക് കുറവായിട്ട് തോന്നിയിട്ടു. നമ്മുടെ ഇവിടെയൊക്കെ 100 രൂപയാണ്, 80 രൂപ പലാസയൊക്കെ കിടക്കുന്നത് കണ്ടു. അത് ബോർഡ് കിടക്കുന്നത് കണ്ടു. അവർ എഴുതി തൂക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റേറ്റുകളൊക്കെ. പിന്നെ ഒരു സൈഡ് മൊത്തവും ബൈക്കാണ്. നമ്മളിങ്ങനെ നമ്മളിതെല്ലാം കണ്ടൊക്കെ നമ്മളിങ്ങനെ പോവുകയാണ്. കുറേ നേരമായി നടന്നേ. പിന്നെ നമ്മളെന്നാലും ഇത് കാണാൻ കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മുടെ ഒരുപാട് ഒരു പക്ഷെ നമ്മൾ ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി ഇറങ്ങി അതൊക്കെ ഒന്ന് കണ്ടൊക്കെ പോവാം. നടക്കാൻ ഒരു പോസിറ്റീവ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വൈബ്, ആ ഒരു ഈവനിങ് വൈബ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. കാരണം ആ ഒരു ആകാശ കാഴ്ച കാണാനും കാറ്റും കാര്യങ്ങളൊക്കെ. അതെ, ഇതൊക്കെ നോക്കി നമ്മൾ വീട്ടിൽ ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഞാൻ പറയുകയും ചെയ്തു, നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് വീട് വെച്ചതിന് ശേഷം ഇവിടെ വന്നത് ഇന്ന് വാങ്ങിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല മോഡലായിട്ടുള്ളത് ഒരുപാട്. പിന്നെ അതുകൂടാതെ ഒരുപാട് തുണിക്കടകൾ ഒരുപാടുണ്ട് കേട്ടോ. കളിപ്പാട്ടക്കടകളും തുണിക്കടകളൊക്കെ ഒരുപാട് ഏറ്റവും കൂടുതൽ കേട്ടോ. പിന്നെ അതുകൂടാതെ ചായക്കട, ചെറിയ ഹോട്ടല് നമ്മളിങ്ങനെ കണ്ടു പോകുമ്പോൾ നിൻ്റെ മക്കളെ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇത് സ്റ്റാർട്ടിങ് ആണ്. നമ്മളിപ്പോൾ നോക്കി നമ്മൾ ചെന്ന സമയത്ത് തന്നെ സത്യം പറഞ്ഞാൽ ഇത് സമയത്തിൻ്റെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആ സൂര്യൻ്റെ ആ ഒരു ഇത് നമ്മൾ ഇനി ദൂരോട്ട് നിന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ ആ ഒരു വെട്ടം നമ്മളെ നേരിട്ട് അടിക്കാനാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെ തുളച്ച് കയറുകയാണ്. നമ്മളത് കഴിഞ്ഞത് ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ ലേഡീസ് ഒരുപാട് ഒരു 2-3 ചേച്ചിമാരുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഈ ഇലക്ട്രിക് വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ തന്നെ 2ാമത്തെ വാഹനമാണ് ഈ കാണുന്നത്. ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരും, പിന്നെ ഒന്ന് ഇങ്ങോട്ട് വരും, ഒന്ന് അങ്ങോട്ടും, അങ്ങനെ എന്ന് പറഞ്ഞാൽ ആൾക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജനങ്ങളുടെ ഇടയിലൂടെ ഈ വാഹനം ഒരു ശബ്ദവും ഇല്ലാതെ ചെറിയ രീതിയിലുള്ള കീ ഹാണൊക്കെ അടിച്ച് അവരങ്ങ് പോകുന്നുണ്ട്. അതൊരു ബസ്സിൻ്റെ ഒരു മോഡൽ തന്നെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ്, ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്, അതുകൂടാതെ തന്നെ ഒരുപാട് ബാഗ് ഷോപ്പുകൾ,
പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാഴ്ചകൾ. നമ്മുടെ ഈ കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ മീനക്കുട്ടി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടെ നമ്മുടെ ഈ കന്യാകുമാരിയിൽ വരുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ വിവേകാനന്ദ പാറയിലുള്ള ടൈം അതിൻ്റെതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ പോകുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നും ഓപ്പൺ അല്ലായിരുന്നു, നല്ല ക്ലോസിംഗ് ആയിരുന്നു. അതുപോലെ ടൈം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതെ, ഇന്ന് ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പോകുന്നത് നമ്മൾ ആ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ടൈമിൽ ക്ലോസിംഗ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഫിഷിന്റെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു അക്വേറിയം ഉണ്ട് വലത് സൈഡിലായിട്ട്. പിന്നെ നമ്മളത് 20 രൂപ റിങ്സും അങ്ങനെയൊക്കെ ഉള്ളത്, പിന്നെ ഒരുപാട് പഴയ ഓൾഡ് മുട്ടായികളും അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഫോട്ടോ ഷൂട്ട് ചെയ്യാനും ഫോട്ടോ പ്രിൻ്റ് ഔട്ട് ചെയ്യാനും ഫോട്ടോ നമുക്ക് വരച്ച് തരാനും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാഴ്ചകൾ. മീനുക്കുട്ടിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അവള് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാൻ 2ാം തവണയാണ്. ചേട്ടൻ വന്നിട്ടുണ്ടോ കേട്ടോ? ഞാൻ 2-3 പ്രാവശ്യം ഞാൻ മുൻപ് പോയിട്ടുണ്ട്. എന്നാൽ നമ്മൾ അത്ര ഇതായിട്ട് ഇങ്ങനെ ഒന്ന് കണ്ടങ്ങ് പോകും എന്നുള്ളതല്ലാതെ ഫാമിലി ആയിട്ട് പോകുമ്പോഴാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നത്. ഫാമിലി ആയിട്ട് ഞങ്ങൾ ഒത്തു പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള ആരോ ഒരാൾ നമ്മുടെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ മീനുക്കുട്ടിയെ കൊണ്ട് പോകണം, അവളെ കൊണ്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി കാണുകയാണെങ്കിൽ എനിക്കറിയത്തില്ല, നമ്മൾ കൊണ്ടുപോയിട്ടോ. ചേച്ചി പറഞ്ഞത് എല്ലായിടത്തും കയറണമെന്നാണ്, പക്ഷെ നമുക്കിതിൽ എല്ലാവരും കൊണ്ടുപോയി നമ്മുടെ ടൈം തെറ്റിപ്പോയി. നമുക്ക് കിട്ടിയ വണ്ടിയുടെയൊക്കെ ആ ഒരു വിഷയങ്ങൾ കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ സ്വന്തം വാഹനത്തിലൊക്കെ പോകുമ്പോഴാണ് ഇതുപോലെ നേരത്തെയൊക്കെ പോയി നമുക്ക് എല്ലാം കണ്ടുവരാണ്. നമ്മൾ ഇതിൻ്റെ മേൽഭാഗത്ത് നിൽക്കുക, നമ്മൾ കറക്റ്റ് നമ്മുടെ റോഡ് സൈഡിൽ നിൽക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു വ്യൂ ആണ്. ഇത് നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാൻ വേറൊരു ലെവൽ തന്നെയാണ്. ആ ഒരു സൂര്യൻ്റെ ആ ഒരു അസ്തമയ കാഴ്ചകളും നമ്മുടെ കടലും അവിടുത്തെ ആ ഒരു കെട്ടും താഴ്വാരം ഇതെല്ലാം, പിന്നെ വാഹനങ്ങൾ നടക്കും, ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഈ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് അറിയിക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അപ്പം നിങ്ങളിതൊന്ന് നോക്കി, ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരിട്ട് വന്ന് കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു വൈബ് അത് വേറെ. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മളിതാ നിന്ന് കടലിന്റെ ഭംഗി കുറിയിരുന്ന് ആസ്വദിക്കുന്നുണ്ട്. ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തോട്ടോ. അത് ഒരു ആ മൊബൈലിലെ നമ്മളിപ്പോൾ ഏത് ടൈപ്പ് മൊബൈലാണെങ്കിൽ ആ മൊബൈൽ എടുക്കുമ്പോഴത്തെ ആ സമയത്തുള്ള ആ ഒരു വെളിച്ചവും അതൊക്കെ ഉണ്ടല്ലോ, അതെ, ആ ഒരു വേറെ ലെവലിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടോ ഞങ്ങൾക്ക് ഈ ഒരു ഈവനിങ് യാത്ര. ഇനി ഒരിക്കൽ കൂടി ഇവിടെ വരണം, വിവേകാനന്ദ പാറയിലൊക്കെ കയറണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതപ്പോൾ നമ്മൾ ഷോർട്സ് ആയിട്ടൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത്. അതെ, ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ പോകണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു. ഒരു പ്ലാനിങ്ങോ ഒന്നും ഇല്ലാതെ പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു. അതും നമ്മുടെ ആനവണ്ടിയിൽ. അതെ, നമ്മുടെ ബസ്സൊക്കെ ആനവണ്ടിയിൽ ഒരു കന്യാകുമാരി യാത്രയായിരുന്നു കേട്ടോ. അതും വേറൊരു ലെവൽ തന്നെയായിരുന്നു. നമ്മുടെ സ്വന്തം വണ്ടിയൊന്നും അല്ലാതെ അങ്ങനെ ആസ്വദിച്ചങ്ങ് പോകുന്ന ആ ഒരു വൈബ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറെ തിരിച്ചു നമ്മൾ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും നമുക്കതൊരു പോസിറ്റീവ് എനർജിയാണ്, അതൊരു വേറൊരു ലെവൽ തന്നെയാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്കത് വാഹനത്തിന്റെ ചെറിയ ആ ടൈമിന്റെ ഒക്കെ ചെറിയ വിഷയങ്ങളായിരുന്നു. എന്നാലും അത് നമുക്ക് എൻജോയ്മെന്റ് ആയിരുന്നു. ആ യാത്ര നമ്മൾ എന്തായാലും എൻജോയ് ചെയ്യും. നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് അങ്ങനെ ആണെങ്കിൽ തന്നെയും അതും നമുക്കൊരു എൻജോയ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കന്യാകുമാരിയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനൊരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് കന്യാകുമാരി കാണുന്നത്. അതിനുശേഷം ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. കൊള്ളാം, സൂപ്പർ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ വരിക. ബസ്സിലാണെങ്കിലോ ട്രെയിനിലാണെങ്കിലോ സ്വന്തം വാഹനത്തിലൊക്കെ വരിക. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഐസ്ക്രീമും കൂടാതെ തന്നെ നമ്മുടെ പാനിപൂരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് അവിടെ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഫോട്ടോ എടുക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. പക്ഷേ കൂട്ടുകാരെ, ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഫോട്ടോ എടുക്കരുത് എന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങളെ ഫോണിൽ എടുക്കുന്ന ആ ഫോട്ടോ പോലും കൊള്ളത്തില്ല കേട്ടോ. അതെ, നമ്മളൊരു അനിയന് വേണ്ടി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അത് അവര് പറഞ്ഞു ഭയങ്കര വ്യൂ ആണ്, ഭയങ്കര സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞു. അതൊരു ഫോട്ടോയ്ക്ക് 100 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവര് കുറെ ക്ലിക്ക് എടുത്തതിന് ശേഷം അവർ 6 ഫോട്ടോയും കൊണ്ട് നിൽക്കുകയാണ്. 600 രൂപ വേണമെന്ന്. അവർ അത്രയും അവര് പൈസ എന്താ പറയാ, അറുപ്പ് തന്നെയാണ്. നമ്മള് പോകുന്ന വഴിക്ക് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നടന്ന സംഭവമാണ് ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് പോകുന്ന വഴിക്ക് പെട്ടെന്ന് അത്രയും നടക്കാൻ ഒരു 1.5 കിലോമീറ്റർ മുമ്പായിട്ട് ഒരു ആട്ടോ കിട്ടി. അവര് അത് 40 രൂപയ്ക്ക് ഉണ്ടായിരുന്നു, 50 രൂപ. നമുക്ക് അവിടെ നിന്ന് അതുവരെ 1 കിലോമീറ്റർ അതേ ഉള്ളൂ, പക്ഷേ 50 രൂപ എന്ന് പറഞ്ഞു. 50 രൂപയ്ക്ക് നമുക്ക് അവിടെ കൊണ്ടാക്കി തന്നു. അങ്ങറ്റത്ത് അതിന്റെ പോയിന്റിന്റെ അവിടെ കൊണ്ടാക്കി തന്നു.
അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മളൊന്ന് അതിനകത്തുള്ള വ്യൂ, ഇത് പാർക്കിംഗ് ഏരിയയാണ്. നമ്മുടെ സ്വന്തം വാഹനത്തിലൊക്കെ വരണമെങ്കിൽ നമുക്ക് ഇതുവരെ വരാം. ഇവിടെ കൊണ്ടുവന്ന് വാഹനം ഇട്ടിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് പോവാം. പക്ഷേ ഞാൻ പറയുന്നു അത് ഇനി വരരുത്. നമ്മൾ ഏകദേശം പകുതി വരെയൊക്കെ വാഹനം ഇട്ടിട്ട് അവിടെ നിന്ന് നടന്നു വേണം വരാൻ, അല്ലേ? അപ്പോഴാണ് നമുക്ക് ആ ഒരു ചില ആൾക്കാർക്ക് നടക്കാൻ ഇഷ്ടം കാണത്തില്ല, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ്. നമ്മൾ ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്കൊരു പാനിപൂരി വാങ്ങണം എന്ന് മീനൂട്ടി പറഞ്ഞു, അല്ലേ? അങ്ങനെ നമ്മുടെ മീനൂട്ടിക്കായിട്ട് ഒരു പാനിപൂരി കന്യാകുമാരിയിൽ നമ്മൾ വന്നു. കുറേ സമയം നമ്മുടെ കടൽ തീരത്ത് നമ്മൾ 40 രൂപയ്ക്ക് ഒരു പാനിപൂരി, കുറേ നേരം നമ്മൾ അവിടെ പാനിപൂരി ആയിട്ടൊക്കെ ഇരുന്നത്. നമ്മളെ കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ ഇവിടെ ഉണ്ട്. ഒരുപാട് തണുപ്പായപ്പോ പിന്നെ നമ്മള് പോയി കേട്ടോ. അവിടെ വെട്ടത്തിന്റെ ആ ഒരു കുറവുണ്ട്. എല്ലാരും ഇരുട്ടത്തായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു നടന്ന് നമ്മൾ ഇനി എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ വെച്ച് അങ്ങ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതിപ്പോ നമ്മൾ നടന്നു തുടങ്ങിയ സ്ഥലത്തായിരിക്കുന്നത്, കുറച്ച് ക്ഷീണിച്ചു പോയി. നമ്മളിവിടെ ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ യാത്രകളെല്ലാം അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.